ഇതാണ് സാംസങ് ഗാലക്സി S22, ഇതാണ് സാംസങ് ഗാലക്സി S22 പ്ലസ്, ഇതാണ് സാംസങ് ഗാലക്സി S22 അൾട്ര. ഓക്കെ, സോ ഈ 3 ഫോൺസിന്റെ നെക്സ്റ്റ് പതിപ്പ് സാംസങ് ഗാലക്സി S23 സീരീസിൽ എന്തൊക്കെ വരുന്നുണ്ട് ഒഫീഷ്യലി എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല, സാംസങ്ങിൽ ഇരിക്കുന്ന ഏമാമാർക്ക് മാത്രമേ അറിയൂ. ഐഫോൺസ് ആണെങ്കിലും സാംസങ്ങിന്റെ S സീരീസ് ആണെങ്കിലും ഈ 2 ഫോൺ സീരീസിനെ കുറിച്ച് വർഷം മുഴുവനും ലീക്സ് ആൻഡ് റൂമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ശരിയാവാം തെറ്റാവും, പക്ഷെ എന്തായാലും ലീക്സ് ആൻഡ് റൂമേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. സോ അടുത്ത വർഷം വരാൻ പോകുന്ന സാംസങ് ഗാലക്സി S23 സീരീസിനെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ലീക്സ് റൂമേഴ്സ്, ഓൾമോസ്റ്റ് കൺഫേംഡ് ലീക്സ് എന്നൊക പറയാൻ പറ്റും, വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഫസ്റ്റ് നമുക്ക് ഡിസൈനിനെ കുറിച്ച് സംസാരിക്കാം. സോ ഇതാണ് ബേസിക്കലി ലീക്ഡ് ആയിട്ട് പുറത്ത് വന്നിരിക്കുന്ന സാംസങ് ഗാലക്സി S23 അൾട്രയുടെ ഡിസൈൻ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് തെറ്റിയെന്ന്, അതായത് ഞാൻ അറിയാതെ ബൈ മിസ്റ്റേക്ക് S22 അൾട്രയുടെ ഡിസൈനാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അല്ല, ഇതാണ് ആക്ച്വലി വരാൻ പോകുന്നത്, അടുത്ത വർഷം വരാൻ പോകുന്ന S23 അൾട്രയുടെ ഡിസൈൻ. സെയിം ഡിസൈനിലാണ് വരാൻ പോകുന്നത്. കാരണം ഒരുപാട് പേർക്ക് S22 അൾട്രയുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ടിരുന്നു. അതായത് ഒരു യുണീക്ക് ഡിസൈൻ ആയിരുന്നു, ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് S21 അൾട്രയുടെ ഡിസൈൻ ആയിരുന്നു. അതായത് ആ ഒരു ക്യാമറ മോഡൽ ഇങ്ങനെ അലിഞ്ഞ് ഫ്രെയിമിലേക്ക് ചെന്ന് കയറുന്ന ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഒരു രക്ഷയിലായിരുന്നു. ബാക്കിലുള്ള ക്യാമറ കട്ടൗട്ട് ഉണ്ടല്ലോ, ആ ക്യാമറാസ് അത് കുറച്ചും കൂടി തള്ളി നിൽക്കും എന്ന് പറയുന്നുണ്ട്. അതായത് ക്യാമറയ്ക്ക് ഉള്ളിലുള്ള ഗ്ലാസ് ഉണ്ടല്ലോ, ഏറ്റവും ടോപ്പിലെ ഗ്ലാസ് ആയിരിക്കും, അതിന്റെ താഴെയായിരിക്കും ലെൻസ്. ആ ഗ്ലാസിന് കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി മേളിലുള്ള ആ ഒരു മെറ്റാലിക് റിംഗ് ഉണ്ടല്ലോ, ആ റിംഗ് കുറച്ചും കൂടി തള്ളി നിൽക്കുമെന്ന് പറയുന്നുണ്ട്. നല്ലതാണ്, കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടും. മറ്റു 2 ഫോൺസ് ഉണ്ടല്ലോ, S23 ആൻഡ് S23 പ്ലസ്, ഈ 2 ഫോൺസിന്റെ ബാക്കിലുള്ള ലുക്ക് മാറാനുള്ള നല്ല ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മാറും. ഓൾമോസ്റ്റ് കൺഫേംഡ് ലീക്സ് ആണ്. അതായത് ആ ക്യാമറ ഹൗസിംഗ് ഒക്കെ ഉണ്ടല്ലോ അതെടുത്ത് മാറ്റും, എന്നിട്ട് S22 അൾട്ര അല്ലെങ്കിൽ വരാൻ പോകുന്ന S23 അൾട്രയുടെ ആ ഒരു ഫുൾ കംപ്ലീറ്റ് ആ ലുക്കിലായിരിക്കും വരാൻ പോകുന്നത്. S23 ആൻഡ് S23 പ്ലസിന്റെ സൈസ് ഈ 0.3 മില്ലിമീറ്റർ എങ്ങാണ്ട് കൂടാൻ ചാൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അത് പ്രാക്ടിക്കലി നമ്മളത് അറിയാൻ പോകുന്നില്ല. അതുകൂടാതെ S23യിലുള്ള, അതായത് ഏറ്റവും ലോവസ്റ്റ് വേരിയന്റ് S23യുടെ ബെസൽസിന്റെ സൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. കുറച്ചും കൂടി കട്ടിയുള്ള ബെസൽസ് വരുമെന്ന് പറയുന്നുണ്ട്. വൈബ്രേഷൻ മോട്ടർ ഉണ്ടല്ലോ, ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, അതിന്റെ ക്വാളിറ്റിയും ഡൗൺഗ്രേഡ് അല്ലെങ്കിൽ കുറയ്ക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇത്തവണ S22 FE എന്നൊരു ഫോൺ ഉണ്ടാവില്ല. നോർമലി ജാനുവരി ആ ടൈം പീരീഡിലാണ് ഇറങ്ങുന്നത് FE. S21 FE ആ ടൈമിലാണ് ഇറങ്ങിയത്. ഇത്തവണ മിക്കവാറും ഒരു FE എഡിഷൻ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. സോ ആ ഒരു ഗ്യാപ്പും ഇവർ ഈ ഒരു സാംസങ് ഗാലക്സി S23 ഉപയോഗിച്ച് ഫില്ല് ചെയ്യാൻ നോക്കും. അതുകൊണ്ടായിരിക്കും ഈ കോസ്റ്റ് കട്ടിംഗ് ഒക്കെ നടക്കുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. സാംസങ് ഗാലക്സി S22 അൾട്രയുടെ ഡിസ്പ്ലേ ഉണ്ടല്ലോ, ദി ബെസ്റ്റ് ഡിസ്പ്ലേ ആണ്. സോ ആ ഡിസ്പ്ലേയിൽ അങ്ങനെ ഭയങ്കരമായ അടിമുടി മാറ്റമൊന്നും സാംസങ് കൊണ്ടുവരില്ല. മിക്കവാറും LTPO 3 ഡിസ്പ്ലേ ആയിരിക്കും ഇത്തവണ. ക്വാഡ് HD+ 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ കാണും. പിന്നെ ആസ് പെർ ലീക്സ് ഈ സൈഡിലുള്ള ഈ കർവ് ഉണ്ടല്ലോ, ഈ ഫോണിൻ്റെ 2 സൈഡിലും കർവ് വരുന്നുണ്ട്. ആ കർവിൻ്റെ അളവ് ലേശം കുറയ്ക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് കുറച്ചും കൂടി ഫ്ലാറ്റ് ആയ ഒരു ഫീൽ കിട്ടും. എനിക്ക് ഈ ഒരു കർവ് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല, നല്ലൊരു പ്രീമിയം ഫീലാണ് തരുന്നത്. പക്ഷേ സാംസങ് അത് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഡിസ്പ്ലേ സൈസ് എക്സാക്ട്ലി സെയിം ആയിരിക്കും, 6.1, 6.6 ആൻഡ് 6.8. ഈ 3 ഫോൺസിലും ക്വാൾകോമിൻ്റെ നെക്സ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആയ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 Gen 2 ചിപ്സെറ്റ് ആണ് വരാൻ പോകുന്നത്. ആരും പേടിക്കേണ്ട, ഈ ചിപ്സെറ്റും TSMC ഫൗണ്ടറിൽ ഉണ്ടാക്കിയ ചിപ്സെറ്റ് ആയിരിക്കും, അല്ലാതെ സാംസങ് ഉണ്ടാക്കിയ ചിപ്സെറ്റ് അല്ല. സോ നമുക്ക് നല്ല തെർമൽ എഫിഷ്യൻസിയും നല്ല പെർഫോമൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, ആസ് പെർ റിപ്പോർട്ട്സ് ഈ ചിപ്സെറ്റിൽ വരാൻ പോകുന്ന GPU ഉണ്ടല്ലോ, GPU എന്ന് പറയുമ്പോൾ ഗെയിമിങ്ങും പിന്നെ വീഡിയോ റെൻഡറിങ്ങിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതിലുള്ള GPU ആപ്പിളിൻ്റെ A16 ബയോണിക്കിലുള്ള GPUവിനേക്കാളും പവർഫുൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. കണ്ടറിയാം. നമ്മൾ ലീക്ഡ് ആയ ബെഞ്ച് മാർക്ക് സ്കോർസ് നോക്കുകയാണെങ്കിൽ iPhone 14 ലെവലിലേക്ക് വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് മൾട്ടി കോർ സ്കോർ ചിലപ്പോഴൊക്കെ ക്രോസും ചെയ്യുന്നുണ്ട്, പക്ഷേ സിംഗിൾ കോർ എന്തായാലും പുറകിലാണ്. പിന്നെ iPhone 14 പ്രോയിലുള്ള A16 ചിപ്സെറ്റ് അത് വേറെ ലെവലാണ്. സോ അതിൻ്റെ അടുത്തേക്കൊന്നും എത്താറായിട്ടില്ല, പക്ഷേ GPU അതിനേക്കാളും പവർഫുൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ലെറ്റ്സ് സീ. യൂറോപ്പിലുള്ളവർക്ക് ഗുഡ് ന്യൂസ് ഉണ്ട്. അടുത്ത വർഷം വരാൻ പോകുന്ന ഈ 3 ഫോൺസ് ഏത് റീജൻ ആണെങ്കിലും, യൂറോപ്പ് ആണെങ്കിലും ഏഷ്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാ ഫോൺസിലും ക്വാൾകോം സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. സാംസങ്ങിൻ്റെ ഉള്ളിൽ ഭയങ്കര ഫൈറ്റാണ്. ഒരു വിഭാഗം പറയുന്നു സ്നാപ്ഡ്രാഗൺ മതി, അതായത് സ്മാർട്ട് ഫോണിൻ്റെ ഡിവിഷൻ പറയുന്നു സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് മതി, കാരണം അവരുടെ ഫോൺസ് വിറ്റ് പോകണ്ടേ. ഇവിടെ മറുവശത്ത് സാംസങ്ങിൻ്റെ ഇലക്ട്രോണിക്സ് വിഭാഗം, അതായത് എക്സിനോസ് ചിപ്സെറ്റ് ഉണ്ടാക്കുന്നവർ പറയുന്നു വേണ്ട എക്സിനോസ് മതി. സോ ഭയങ്കര ഫൈറ്റാണ്, എന്താവുമോ എന്തോ. എനിവേ ഇന്ത്യയിൽ എന്തായാലും സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റേ വരുള്ളൂ. S22 അൾട്രയിലുള്ള ഈ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഉണ്ടല്ലോ, ഈ ക്യാമറ എടുത്ത് മാറ്റിയിട്ട് 200 മെഗാ പിക്സലിൻ്റെ ക്യാമറ S23 അൾട്ര എന്ന ഫോണിൽ വരും. ഇത് നിങ്ങൾ എന്തായാലും കേട്ട് കാണും. ബാക്കി 2 ഫോൺസിൻ്റെ ക്യാമറ എക്സാക്ട്ലി സെയിം ആയിരിക്കും.
ഒരു മാറ്റവും മിക്കവാറും ഉണ്ടാവില്ല. ആക്ച്വലി S23 അൾട്ര ഉപയോഗിച്ച് എടുത്തിരിക്കുന്ന ചില ഫോട്ടോസ് പുറത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഒന്ന് ഈ ഒരു ഫോണുമായിട്ട് കമ്പാരിസൺ ചെയ്തിട്ടൊരു ഫോട്ടോ ഉണ്ട്. അതായത് 200 മെഗാ പിക്സൽ ഫോട്ടോ ആണ് കേട്ടോ, പിക്സൽ ബെൻഡിങ് ചെയ്യാത്ത ഫോട്ടോ ആണ്. പിക്സൽ 7 പ്രോയുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്, ഈവൻ S22 അൾട്രയുമായിട്ട് കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് എത്രമാത്രം എഡിറ്റഡ് ആണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇതൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ഒരു അപ്ഡേറ്റ് ആയിട്ട് കരുതിയാൽ മതി. പക്ഷേ ഫോട്ടോസ് കറക്റ്റ് ആണെങ്കിൽ, ജെനുവിൻ ആണെങ്കിൽ, കൂടുതൽ ക്വാളിറ്റിയും കൂടുതൽ ഷാർപ്നെസ്സും ഡീറ്റെയിൽസും നമുക്ക് തീർച്ചയായിട്ടും S23 അൾട്രയുടെ ഫോട്ടോയിൽ കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും അടുത്ത വർഷം വരുന്നുണ്ടല്ലോ, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഫോട്ടോഗ്രാഫിയുടെ പോയിന്റ് ഓഫ് വ്യൂ അൾട്ര ആണെങ്കിലും S22 ആണെങ്കിലും പ്ലസ് ആണെങ്കിലും മൂന്നും അടിപൊളിയാണ്. സ്പെഷ്യലി അൾട്ര. വീഡിയോ ആണ് ആക്ച്വലി സാംസങ് ഇംപ്രൂവ് ചെയ്യേണ്ടത്. ആൻഡ്രോയിഡിൻ്റെ ലോകം നോക്കുകയാണെങ്കിൽ യെസ് ഇതായിരിക്കും ബെസ്റ്റ്. പക്ഷേ ഐഫോണിൻ്റെ അടുത്തൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഐഫോണിൻ്റെ ഒരു വീഡിയോ ക്യാപ്ചറിങ് കേപ്പബിലിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തേക്ക് ഇനിയും ചെല്ലണം സാംസങ്. പെട്ടെന്ന് ഓർമ്മ വന്നു, ഇതിൻ്റെ ഫോട്ടോഗ്രാഫിയിൽ ഒരു സംഭവം എന്തായാലും ഫിക്സ് ചെയ്യണം. അതാണ് ഷട്ടർ സ്പീഡ്, സ്പെഷ്യലി പോർട്രേറ്റ് ക്യാമറയുടെ ഷട്ടർ സ്പീഡ്. സബ്ജക്റ്റ് നല്ലോണം മൂവ് ആവുന്നുണ്ടെങ്കിൽ അത്രയും ഷാർപ്നെസ് കിട്ടുന്നില്ല. ഐഫോൺസിൽ കിട്ടുന്ന ആ ഒരു ഷാർപ്നെസ് ഇവിടെ കിട്ടുന്നില്ല. സോ അത് എന്തായാലും ഇംപ്രൂവ് ചെയ്യണം. ബാറ്ററി ആൻഡ് ചാർജിങ്ങിന്റെ ഡിപ്പാർട്ട്മെന്റിൽ S23 അൾട്ര S22 അൾട്ര ഓൾമോസ്റ്റ് അല്ലെങ്കിൽ എക്സാക്ട്ലി സെയിം ആയിരിക്കും. അതേ 5000 mAh ബാറ്ററിയാണ് വരാൻ പോകുന്നത്. അതിന് കൂട്ടാൻ പറ്റില്ല. അത് കൂട്ടിയാൽ ഇതിന്റെ സൈസും വെയിറ്റ് ഇപ്പൊ തന്നെ അത്യാവശ്യം ഹെവിയാണ്. ആ ബാറ്ററി സൈസ് ഇനിയും കൂട്ടിയാൽ ഇനി ഇതിന്റെ വെയിറ്റ് കൂടത്തേ ഉള്ളൂ. അതിന്റെ ആവശ്യമില്ല. 5000 mAh ഇസ് മോർ ദൻ എനഫ്. സ്പെഷ്യലി ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബാക്കി രണ്ട് ഫോൺസിൽ എന്തായാലും 200 mAh വെച്ച് കൂട്ടാൻ സാധ്യതയുണ്ട്. ഇതിൽ 3700 mAh ആയിരുന്നു S22, അത് 3900 mAh ആക്കും. ഇവിടെ 4500 mAh ആയിരുന്നു, അത് 4700 mAh ആക്കാനുള്ള ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. പിന്നെ ബാറ്ററി ലൈഫ് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് കൂട്ടാൻ വേണ്ടി പുതിയൊരു ലൈറ്റ് മോഡ് വരുന്നുണ്ട്. ചാർജിങ് പവർ അല്ലെങ്കിൽ ചാർജിങ് സ്പീഡ് എന്തായാലും സാംസങ് ഇത്തവണയും കൂട്ടാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. അതേ 25 വാട്ടിന്റെ അല്ലെങ്കിൽ 45 വാട്ടിന്റെ ചാർജിങ്ങേ വരുള്ളൂ. 25 ആണെങ്കിലും 45 വാട്ട് ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, ഒരു 10 മിനിറ്റ് വ്യത്യാസം വരുന്നുള്ളൂ. പ്രൈസ് നോക്കുകയാണെങ്കിൽ S21 അൾട്ര വന്നപ്പോൾ അതിന്റെ പ്രൈസ് ആയിരുന്നു 1,05,000 രൂപ. S22 അൾട്രയുടെ പ്രൈസ് ആയിരുന്നു 1,10,000 രൂപ. അതായത് 5000 രൂപ കൂട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇത്തവണയും ആ ഒരു 5000 രൂപ കൂട്ടാൻ ചാൻസ് ഉണ്ട്. സോ മിക്കവാറും ഇത്തവണ 1,15,000 രൂപയ്ക്കായിരിക്കും മിക്കവാറും S23 അൾട്ര വരാൻ പോകുന്നത് ആസ് പെർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. ലോഞ്ച് ജാനുവരിയിൽ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ജാനുവരി 15, 16, അതായത് സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ തേർഡ് വീക്കിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. മാക്സിമം ഫെബ്രുവരി. എന്തായാലും ഈ 3 ഫോൺസിന്റെ അൺബോക്സിംഗ് നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും. ബാക്കി നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.